ചക്കക്കൊമ്പൻ എന്ന് പറയുന്ന ഇവിടുത്തെ ഒരു പ്രോമിനൻ്റ് ആയിട്ടുള്ള എലിഫൻ്റാണ്. അപ്പോൾ ഇതിനെ ഒന്ന് ഓടിക്കാൻ RRT ടീം ഡെപ്യൂട്ടി റേഞ്ചറിനെ നേരത്തെ നോക്കിയിട്ട് ഇത് പോരുന്നില്ല. അപ്പം നമ്മൾ ഈ പ്ലാന്റേഷൻ കാട് പിടിച്ച് കിടക്കുന്ന ഭാഗം പരിശോധിച്ചപ്പം ഓരോ ഭാഗവും വടം കെട്ടി തിരിച്ചേക്കുക. അതായത് ഒരു ആന പിടിച്ചാൽ പോയിട്ട് JCB കൊണ്ട് ഇളക്കി മാറ്റിയാൽ പോലും മാറിയില്ലാത്ത രീതിയിൽ ഈ വടം വൃക്ഷങ്ങളിൽ അടിച്ചു കയറ്റി ഇവർ കംപ്ലീറ്റ് തിരിച്ചേക്കുക. അപ്പോൾ ആനയ്ക്ക് ഒരിക്കലും പോകാൻ പറ്റത്തില്ല. ഞാൻ ദേവുളം റേഞ്ച് ഓഫീസറാണ്, പേര് അരുൺകുമാർ. ഇത് നമ്മുടെ 1986 കേരള വൃക്ഷ സംരക്ഷണ നിയമപ്രകാരം വൃക്ഷ സംരക്ഷണ നിയമത്തിലെ വകുപ്പ് 5(1) ഉപവകുപ്പ് 1 പ്രകാരം നമ്മൾ നോട്ടിഫൈ ചെയ്തേക്കുന്ന സ്ഥലമാണ്. അതായത് ചിന്നക്കനാൽ അൺറിസർവിൻ്റെ ഭാഗമാണ്. ഇത് ഏകദേശം 5 ഹെക്ടറോളം സ്ഥലം വരും. ഈ സ്ഥലത്ത് നമ്മൾ 1969 ഈ പ്രദേശത്ത് യൂക്കാലി പ്ലാന്റ് ചെയ്തിരുന്നു. അത് ഫെയിലറായി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ 2001 പൈൻ പ്ലാന്റ് ചെയ്ത് പ്ലാന്റേഷനായി സംരക്ഷിച്ചു വരുന്ന സ്ഥലമാണ്. ഇതിപ്പം ഈ KSEBയുടെ ക്യാച്ച്മെൻറ്റ് ഏരിയയുടെ മറവിൽ ഇവർ ഇവിടെ നിന്ന് ഏലം കൃഷി ചെയ്ത് കയറി വരിക. ആദ്യം ഒരു അലവാങ്ങ് ഉപയോഗിച്ച് ഒരു ചെറിയ കുഴി കുത്തി അവിടെയായിട്ട് ഓരോ ഏലത്തട്ട നടും. ഏലത്തിന് വില കൂടുന്നതിനനുസരിച്ച് ഇവർ തെളിച്ച് കയ്യേറുക. ഇതിപ്പം പ്രധാന പ്രശ്നം, ഇവിടെ ഏകദേശം ഈ ചിന്നക്കനാൽ മേഖല 17ഓളം ആനകളുണ്ട്. ഈ ചക്കക്കൊമ്പൻ എന്ന് പറയുന്ന ഇവിടുത്തെ ഒരു പ്രോമിനൻ്റ് ആയിട്ടുള്ള എലിഫൻ്റാണ്. അത് മസ്ത് സമയമാണ്. അപ്പോൾ ഇതിനെ ഒന്ന് ഓടിക്കാൻ RRT ടീം ഡെപ്യൂട്ടി റേഞ്ചറിനെ നേരത്തെ നോക്കിയിട്ട് ഇത് പോരുന്നില്ല, ഇങ്ങോട്ട് കയറി പോകുന്നില്ല, കയറി പോയിട്ട് തിരിച്ചു വരിക. അപ്പം നമ്മൾ ഈ പ്ലാന്റേഷൻ കാട് പിടിച്ച് കിടക്കുന്ന ഭാഗം പരിശോധിച്ചപ്പം ഓരോ ഭാഗവും വടം കെട്ടി തിരിച്ചേക്കുക. വടം കെട്ടി തിരിച്ച് കയ്യേറ്റ മാഫിയ വടം കെട്ടി തിരിച്ചേക്കുക. അപ്പം നമ്മുടെ ജീവനക്കാരും വാച്ചർമാരും ഇവരോട് പറയുമ്പോൾ ഇവരെ ഭീഷണിപ്പെടുത്തി ഓടിക്കുക. അപ്പം വടം പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ ഏകദേശം അതായത് ഒരു ആന പിടിച്ചാൽ പോയിട്ട് JCB കൊണ്ട് ഇളക്കി മാറ്റിയാൽ പോലും മാറിയില്ലാത്ത രീതിയിൽ ഈ വടം വൃക്ഷങ്ങളിൽ അടിച്ചു കയറ്റി, അതായത് വലിയ 2 ഇഞ്ചോളം വലുപ്പമുള്ള വലിയ വളയം ഉപയോഗിച്ച് അടിച്ചു കയറ്റി ഇവർ കംപ്ലീറ്റ് തിരിച്ചേക്കുക. അപ്പോൾ ആനയ്ക്ക് ഒരിക്കലും പോകാൻ പറ്റത്തില്ല. അതുപോലെ നിങ്ങളുടെ ഈ മുന്നിൽ കാണുന്നത് നമ്മൾ 2001 മുതൽ 2005 വരെ സമയങ്ങളിൽ എടുത്തിരുന്ന ഫയർ ലൈനാണ്. ഈ ഫയർ ലൈന് താഴെ ഇതിന് തൊട്ട് താഴത്തോട്ട് KSEBയുടെ ക്യാച്ച്മെൻറ്റ് ഏരിയ ഉണ്ട്. അത് 3 ചെയിനുണ്ട്. ഇത് കംപ്ലീറ്റ് ഇവർ കൃഷി ചെയ്ത് കയറുക. അപ്പം ഇതിനകത്തോട്ട് ഇപ്പം അലവാങ്ങ് വെച്ച് കുത്തി ഓരോ ചെറിയ ഏലത്തട്ട ഇട്ടിട്ടുണ്ട്. അത് നമ്മൾ മുട്ട ഇളക്കി മാറ്റി. അപ്പം ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മനുഷ്യ വന്യജീവി സംഘർഷം മൂന്നാർ ഡിവിഷൻ്റെ ഭാഗമായിട്ടുള്ള ദേവുളം റേഞ്ചിലും മൂന്നാർ റേഞ്ചിലും വ്യാപകമാണ്. ഇത് നമുക്ക് നിയന്ത്രിക്കാൻ ഒരു മാർഗവും കിട്ടുന്നില്ല. കാരണം ആനയുടെ സ്വാഭാവികമായ വനമേഖലയിൽ ഇതിന് നിൽക്കാൻ പറ്റുന്നില്ല. കാരണം കയ്യേറ്റം ഇവരിങ്ങനെ തിരിച്ച് കയ്യേറുക. അപ്പോൾ നമ്മൾ ഇന്ന് ഏകദേശം 1.5 ഹെക്ടറോളം കംപ്ലീറ്റ് ഏലം കൃഷി വെട്ടി മാറ്റി അത് പുതിയതായിട്ട് തുടങ്ങുന്നുണ്ട്. പുതിയതായിട്ട് കമ്പ് നാട്ടി പുതിയതായിട്ട് ചെയ്തിരിക്കുന്ന ഏലത്തട്ടകൾ സഹിതം പറിച്ചു മാറ്റി ഈ വടം നമ്മൾ കട്ടർ ഉപയോഗിച്ച് കട്ട് ചെയ്തിട്ട് ഇത് മുറിയുന്നില്ല. നാളെ കൂടിയേ ഇത് കട്ട് ചെയ്ത് മാറ്റാൻ സാധിക്കുകയുള്ളൂ. മുറിച്ച് നമ്മൾ കേസ് എഴുതി നമ്മൾ കേരള വൃക്ഷ സംരക്ഷണ നിയമം സെക്ഷൻ 5(2) അത് കൂടാതെ ഈ മരങ്ങൾ രൂപമാറ്റം വരുത്തിയതിന് കേരള ഫോറസ്റ്റ് ആക്ട് വിട്ട് നമ്മൾ കേസ് എഴുതി. പ്രതികൾ ആരാന്ന് ഇപ്പം നമുക്ക് കിട്ടിയിട്ടില്ല. ആരും ഇതിൻ്റെ ഉത്തരവാദിത്വം ഏൽക്കുന്നില്ല കൃഷി ചെയ്തവരാരാന്ന്. അതുകൊണ്ട് നമ്മൾ ഈ സെക്ഷനുകൾ ചേർത്ത് നമ്മൾ കോടതി കൊടുക്കുകയാണ്. അതിനുശേഷം അത് നമ്മൾ പൂർണ്ണമായും നമ്മളിവിടെ ഒരു ഷെഡും കൂടെ സ്ഥാപിച്ച് ആനയെ ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യത്തിലോട്ട് ആക്കിക്കൊണ്ട് വരികയാണ്.